ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2266. ഇന്ന് മാർച്ച് മാസം 15-ാം തീയതി, 74-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 28-ാമത്തെ ദിനത്തിലെത്തി. നോമ്പിന്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂനിയായ സ്ത്രീയെ ക്രിസ്തുവേശു സൗഖ്യമാക്കുന്ന അത്ഭുത വിവരണമാണ് ധ്യാന വിഷയം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് നമുക്കായിട്ട് വേദഭാഗം കാത്തിരിപ്പുണ്ട്. ശാബത്ത് ദിവസം യേശു ദേവാലയത്തിൽ ചെല്ലുകയാണ്. അവിടെ ഉപദേശിച്ചുകൊണ്ടിരുന്ന യേശുവിനെ നമുക്ക് കാണാം. ദേവാലയം സത്യത്തില് ആരാധനയുടെ ഇടമാണ്. വചനം പറയുവാനും വചനം കേൾക്കുവാനും ഉപദേശം സ്വീകരിക്കുവാനുമൊക്കെ ഉള്ള ഇടമാണ്. ഈ പശ്ചാത്തലത്തിലാണ് 18 വർഷം രോഗം ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പരാമർശിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ആരാധനയിൽ യേശുവിനോടൊപ്പമുള്ള അവളുടെ പങ്കാളിത്തം ഒടുവിൽ എങ്ങനെ അവളുടെ വിടുതലിനും രോഗസൗഖ്യത്തിനും മുഖാന്തരമായി തീർന്നുവെന്നും തുടർന്ന് ചിന്തിക്കാവുന്നതാണ്. കുറെ കൂടി ദേവാലയത്തെയും ദേവാലയത്തിന്റെ ആരാധനയെയും ആരാധനയുടെ അന്തരീക്ഷത്തെയും വചന കേൾവിയുമൊക്കെ ഒന്നും കൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകളിൽ അത്തരം ചില പുതിയ നല്ല തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. കുറെ കൂടി ശാന്തതയോടും സ്വസ്ഥതയോടും ഒട്ടും ധൃതിയും തിരക്കുമില്ലാതെ ദേവാലയത്തിൽ സമയം ചെലവഴിക്കാനായിട്ട്, ഒരു ധ്യാനത്തിലൂടെ കടന്നു പോകാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കാവോ. വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ സ്ത്രീയെ, കൂനി പിടിച്ച സ്ത്രീയെ തൻ്റെ ഈ മേലായ്മയും വയ്യായ്മയും കൊണ്ട് 18 വർഷക്കാലം ജീവിച്ചു എന്ന് പറയുമ്പോൾ അവർ പള്ളിയുടെ പരിസരത്തെത്തേണ്ട ആളാണ്. ശരിക്കും ആലോചിച്ച് നോക്കി. 18 വർഷമായി ഒരു മേലായ്മയിൽ ആണ്. ഇപ്പോഴും ആ സ്ത്രീ ദേവാലയത്തില് പ്രത്യാശയോടും വിശ്വാസത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ ചെറുപ്പം മുതൽ എന്തുമാത്രം വിശ്വാസവും പ്രത്യാശയും പ്രാർത്ഥനയും ഉള്ള ഒരാളായിരിക്കണം. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിനെയും പരിഭവിക്കാതെ, പരാതി പറയാതെ, ദൈവത്തോട് മറുതലിക്കാതെ ഈ 18 വർഷമായി ഈ രോഗം തരുന്ന പീഡയും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് വീണ്ടും അവർ ദേവാലയത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കണം. ദൈവത്തെ തേടിയുള്ള ദൈവ സാന്നിധ്യബോധത്തിലേക്കുള്ള ഒരാളുടെ ബോധപൂർവമായൊരു സമർപ്പണമാണ്. അതെ, നമുക്കും പോരായ്മകളുണ്ട്. കിട്ടാത്ത പലതിനെക്കുറിച്ച് പരിഭവവും പിണക്കവും ഒക്കെ ഉണ്ട്. അതെല്ലാം അവിടെ ഒന്ന് മാറ്റിവെച്ചിട്ട് കണ്ണും മൂട്ടി ദൈവസന്നിധിയിൽ കുറച്ചു നേരം ആയിരിക്കാനായിട്ട് ദേവാലയത്തെ ഉപയോഗിക്കാം. അവിടെ സജീവമായി യേശുവിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ആമേൻ.